വികസനത്തിലായാലും വിവാദത്തിലായാലും ഒരു നേതാവ് നിലപാട് പറയുമ്പോൾ അദ്ദേഹത്തെ സ്വാഭാവികമായും ജനങ്ങൾ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിച്ചാൽ അവിടെ അത്ഭുതപ്പെടാനൊന്നുമില്ല. കെ നമ്മളിപ്പോൾ ഒരു നിലപാടുകളുടെ രാജകുമാരനിലേക്കാണ്. ഇപ്പോൾ 2 മാസം ആവുകയാണ് നമ്മുടെ പുതിയ സർക്കാർ, വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. ഒരുപാട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ ഇതിനോടകം പ്രഖ്യാപിച്ചു, നടപ്പാക്കി. പക്ഷേ അതിനേക്കാൾ ഏറെ വിവാദങ്ങളിൽ ഊന്നി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ തന്നെ ചില പ്രതിപക്ഷമെന്ന് പറയപ്പെടുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. കേക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും സംശയം? തീർച്ചയായിട്ടും വിവാദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ വിവാദങ്ങളെ വി ഡി സതീശൻ മറികടക്കുന്ന ഒരു രീതിയുണ്ട്. കൃത്യമായ മറുപടി, ശക്തമായ പ്രതിരോധം, നിയമസഭയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ആ എയ്യുന്ന അമ്പ് ലക്ഷ്യത്തിൽ തറയ്ക്കുന്നതിന് മുമ്പേ മറുകോടടിച്ച് ആ ലക്ഷ്യം ഇല്ലായ്മ ചെയ്ത് കളയുന്ന അത്രയും സുവ്യക്തമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു നീക്കം അല്ലെങ്കിൽ തന്ത്രപരമായൊരു നീക്കം നടത്താൻ സതീശന് സാധിക്കുന്നുണ്ട്. ഇപ്പം നിലപാടുകളുടെ കാര്യം തന്നെ പറഞ്ഞു. അദ്ദേഹം എടുത്ത പല ഇഷ്യൂസും നിലപാടുകളാണ്, പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വിവാദങ്ങളാണ്. തുടക്കത്തിലെ മദ്യനയം വലിയ വിവാദമായിരുന്നു. പക്ഷേ എവിടെ പോയി? സതീശൻ എവിടെ ഉദ്ദേശിച്ചോ ആ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 1 ഇഞ്ച് പിന്നോട്ട്. അത് അത്ര കൃത്യമായി കണിശമായി സൂക്ഷ്മതയോടെ പഠിച്ച് സമാധാനമായി. ഉദാഹരണം, ഈ മദ്യനയമായാലും PM ശ്രീ ആയാലും ഇപ്പോൾ ശേഷാദ്രിനാഥനായാലും കേൾക്കർ ആയാലും വിഴിഞ്ഞമായാലും അങ്ങനെ എവിടെ തൊട്ടാലും പൊള്ളുമ്പോൾ പോലും അവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് താൻ അതിലേക്ക് എത്തിയെന്ന് കൃത്യമായി സമയമെടുത്ത് പഠിച്ച് കണക്ക് സഹിത മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് അപൂർവ നേതാക്കൾക്ക് മാത്രമുള്ള പ്രത്യേകത. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സതീശന് കിട്ടിയ ഒരു ഗുണം കൂടിയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സർക്കാർ മാറി തൊട്ടടുത്ത സർക്കാരിലേക്ക് വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ PM ശ്രീ എടുക്കുക. ഈ PM ശ്രീ എടുക്കുമ്പോൾ കൊണ്ട് ഒപ്പിട്ടതാരാണ്? ഇടത് സർക്കാരാണ്. അതെ, കൃത്യമായ ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ സതീശൻ മനസ്സറിഞ്ഞ് തന്നെ സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടി തന്നെ ആണ് PM ശ്രീയിൽ ചേരുന്നത് എന്ന് തന്നെ അങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇതിനു മുമ്പേ ഈ പണി ചെയ്തത് ആരാണ്? ഇടതുപക്ഷമാണ്. അവിടെ കൊണ്ട് ഒപ്പിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെന്ത് ലോജിക്കുണ്ട്? ആ ലോജിക്കിനെയാണ് സതീശൻ കൃത്യമായിട്ടും ആയുധമാക്കുന്നത്. ആ ലോജിക്കിന്റെ മറ്റൊരു പ്രതിഫലനമാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. വിഴിഞ്ഞം അദാനി വിഷയത്തിൽ എന്നെ സതീശൻ അദാനി എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ അദ്ദേഹം ദേശാഭിമാനി പത്രവും ഉയർത്തിപ്പിടിച്ച് ഈ വാർത്ത വന്ന ദിവസം, അപ്പോൾ ദേശാഭിമാനിക്ക് എവിടെ നിന്ന് ഈ സോഴ്സ് കിട്ടി? ദേശാഭിമാനിയുടെ സോഴ്സ് ആരാണ്? മുൻ സർക്കാരാണ്. അതിനു മുൻപ് ദേശീയ മാധ്യമങ്ങളിൽ വന്നു. അതൊന്നും നിങ്ങൾ കണ്ടില്ലേ എന്ന്. അവിടെ ഏറ്റവും വലിയ കാര്യം, ഈ മാധ്യമപ്രവർത്തകർ തുരുതുരാ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇപ്പം ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന സമയം കൂടിയാണല്ലോ. ആവേശത്തോടെ എല്ലാം എൻ്റെ ഗോൾ വലയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങ് വാങ്ങുക മാത്രമല്ല, തിരിച്ച് കൃത്യമായി അങ്ങോട്ട് പായിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശാഭിമാനിയെ CPM തള്ളി പറയേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അടിക്കുന്ന ഗോള് പോസ്റ്റിലേക്ക് കറക്റ്റായിട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്നുള്ള പോയിന്റ് ഉണ്ട് അദ്ദേഹത്തിന്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് വരുമ്പോൾ ഈ കമ്പനിക്ക് ഇത് താരത്തിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് ഞങ്ങളല്ല. കൃത്യമായി ഞങ്ങളുടെ കോൺട്രാക്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ നമ്മുടെ കോൺട്രാക്റ്റ് ഒക്കെ പക്കയാണ്. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കണം, എന്നിട്ട് വേണം ചോദ്യം ചോദിക്കാനെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ ഇനി ഇതിന്മേൽ നിങ്ങൾക്ക് ചോദ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചു നേരമെങ്കിലും അവിടെ ഒരു നിശബ്ദത ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വിജയമായി തന്നെ. അവിടെ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതായത് എവിടെയാണോ ആരോപണം വരുന്നത് ആ ആരോപണത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടും പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർചേരിയിൽ ഉള്ള ഒരു ആയുധം അത് അദ്ദേഹം കൃത്യമായിട്ടും തപ്പിയെടുത്ത് അത് ഭംഗിയായി പ്രസൻറ്റ് ചെയ്യും. ഒരു പക്ഷേ അതിനകത്ത് ചിലപ്പോൾ വസ്തുതാപരമായ കുറച്ച് കാര്യങ്ങൾ കുറവുണ്ടായിരിക്കാം. പക്ഷേ അത് അദ്ദേഹം ഉന്നയിക്കുന്ന രീതിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഇപ്പോൾ നമ്മുടെ ഈ കേസിലാണെങ്കിൽ തന്നെ, ഈ വിഴിഞ്ഞം കേസിലാണെങ്കിൽ തന്നെ ദേശാഭിമാനി വാർത്തയെ സംബന്ധിച്ച് CPM വിശദീകരണമായി വിട്ടു വന്നു. ദേശാഭിമാനി എല്ലാ വാർത്ത ചെയ്ത് അതിനു മുമ്പ് വാർത്തയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സതീശൻ എന്താണോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ചത്, അദ്ദേഹം എന്താണോ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചത്, അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അത് ഭംഗിയായി നിർവഹിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കുറെ കൂടി സതീശന് കാര്യങ്ങൾ എളുപ്പമാവുമായിരുന്നു എന്നുള്ളതാണ് കണക്കാക്കാൻ. അതായത് ഈ മാതൃഭൂമിയിലും വന്നിരുന്നു, അതിനു മുൻപ് ഒരു ദേശീയ ഇക്കണോമിക് ടൈംസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ സർക്കാർ വന്ന് കുറച്ച് ദിവസം വരുന്നതിന് ഇടയ്ക്കുണ്ടായ ഈ സംഭവങ്ങൾ, വിഴിഞ്ഞത്ത് പുതിയ MD വരുന്നതിന് മുൻപ് തന്നെ ഈ വാർത്ത എങ്ങനെ വന്നു എന്നുള്ള ചോദ്യങ്ങൾ, പിന്നെ ദിവ്യാസേറെ മാറ്റിയതിനെ സംബന്ധിച്ചും കൃത്യമായ മറുപടി ഉണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. കണ്ണൂർ
ജില്ലാ സെക്രട്ടറിക്ക് CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്ര താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ മറുപടി പറയുന്നുണ്ട്, മുൻ മുഖ്യമന്ത്രിയുടെ കൂടെ കഴിഞ്ഞ കുറേ വർഷക്കാലമായി അദ്ദേഹമുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അദ്ദേഹം കൃത്യമായി എന്താണോ എയിം ചെയ്യുന്നത് അതിലേക്ക് തന്നെ വരുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ് ശരിക്കും? പിന്നെ തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഒരുപക്ഷെ ഒരു വ്യംഗ്യാർത്ഥമോ ഒരു ദൊങ്ങ്യാർത്ഥമോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും അത് ആ സമയത്തുള്ള ആരോപണത്തിൻ്റെ ഒരു മുനയൊടിക്കാൻ അത് കൃത്യമായിട്ടുള്ള അടിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നോക്കുക, അദ്ദേഹം ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. അദ്ദേഹം പറയുന്നതാണ്, ഞങ്ങളൊരു എംപവേർഡ് കമ്മിറ്റി വെച്ചു, ആ എംപവേർഡ് കമ്മിറ്റി തീരുമാനിക്കുകയാണോ അതിനനുസരിച്ച് അനുമതി കൊടുക്കും. അല്ലെ, കൃത്യമായി കാര്യം ഇവിടെ ഒന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലെത്തണം, ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ മുന്നിലെത്തണം. ഇത് കൃത്യമായി താങ്കൾ പറഞ്ഞ പോലെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലെത്തുക. അതുകൊണ്ട് ഓഹരി കൈമാറ്റമൊന്നും നടന്നിട്ടില്ല. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ അതിൽ മുൻ സർക്കാരാണെന്ന് അവിടെയും കൃത്യമായി ഇടതുമുന്നണി സർക്കാരിനെ ചിത്രത്തിൽ കൊണ്ടുവരും. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു ഉറപ്പുണ്ട്, ഇത് കേന്ദ്ര സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അവരുടെ തീരുമാനം എന്താവും എന്നുള്ളത് എവിഡന്റ് ആണ്. അവിടെയും സതീശൻ തീർച്ചയായിട്ടും അദ്ദേഹം സേഫ് ആണ്. അതെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു, എന്റെ നിലപാടിൽ തന്നെ ഉറച്ചെന്നുള്ള വീണ്ടും ഒരു സ്റ്റാൻഡ് അദ്ദേഹം തെളിയിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരേ സമയം ഇത്രയും വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്തിന്? ഏറ്റവും തുറമുഖം ഇമ്പോർട്ടന്റ് ആണ്. അവിടെ അതിനൊരു മറുപടി ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരഭാഷ, അദ്ദേഹം അത് പറഞ്ഞ രീതി, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് 26 വകുപ്പ് IT ഉൾപ്പെടെയുള്ള വകുപ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയ്യിൽ വെച്ചിരുന്ന എന്തിനുള്ള ചോദ്യം നിങ്ങളാരും ചോദിക്കുന്ന കേട്ടില്ലല്ലോ. IT വ്യവസായം ഒന്നിച്ചല്ലേ വരേണ്ടേ? അപ്പോൾ അവിടെ IT മാത്രം എടുത്ത് സ്വന്തം കൈ വെച്ചത് പ്രത്യേക താല്പര്യമല്ലോ. ആ താല്പര്യം കോടതി തന്നെ കൃത്യമായിട്ടും അവിടെ എക്സാലോജിക്കിനെ കൊണ്ടുവരികയാണ്. അതെ, മുഖ്യമന്ത്രിയുടെ മകളെ അവിടെയും അദ്ദേഹം അത് തന്നെ ഉപയോഗിച്ചു, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അടിയിൽ, അതായത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും പിണറായി വിജയനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആക്രമണത്തിന്റെ കുന്തമുനയൊക്കെ വളരെ ശോഷിച്ചതാണ്, അല്ലെങ്കിൽ നേർത്തതായി മാറുകയാണ്. അതെ, സാധിക്കുന്നില്ല. നിയമസഭയിൽ KN ബാലഗോപാൽ പിണറായി തിരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, ഭരണപക്ഷം പറയുന്നതിന് കൈയടിക്കാനല്ല ഇവിടെ ഇരിക്കുന്നെന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. കൃത്യമായിട്ടും ഈ ഒരു പ്രതിപക്ഷ നേതാവ് പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി, പിണറായി വിജയൻ പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ അടക്കം സമർത്ഥമായിട്ട് മുതലെടുത്ത് അല്ലെങ്കിൽ സമർത്ഥമായിട്ട് അത് തിരിച്ചടിക്കുള്ള ഒരു ഉപാധിയാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ കള്ളാടി ദുരന്തം, വയനാട് ദുരന്തം, ഈ വയനാട് ദുരന്തത്തിൽ പോലും ഒരു എക്സിസ്റ്റിംഗ് സർക്കാർ, ആ സർക്കാർ ശരിക്കും പ്രതിക്കൂട്ടിലാവേണ്ടതാണ്. പക്ഷേ നേരെ തിരിച്ചു. കാരണം ആദ്യം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിറ്റേ ദിവസം അതിനെക്കുറിച്ച് പറയാതെ ഇത് സൂക്ഷ്മതയോടെ പഠിക്കും, ജില്ലാ ഭരണകൂടത്തെ മന്ത്രിയും ഒക്കെ പ്രതിക്കൂട്ടി നിർത്താൻ വരട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നേരെ എങ്ങോട്ടാ പോയേ? സാധാരണക്കാരൻ ധരിക്കുന്ന റെയിൻകോട്ടൊക്കെ ഇട്ട് മുണ്ടും മടക്കി കുത്തി സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം നേരെ കള്ളാടിയിൽ അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെയും എന്താണ് സോഷ്യൽ മീഡിയയുടെ ചർച്ച? ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശ ദൃശ്യം കണ്ട് AC റൂമിലിരുന്ന് റിപ്പോർട്ട് ചോദിക്കുന്ന മുഖ്യനല്ല ഞങ്ങളുടെ മുഖ്യൻ, ചെളിയിലും മണ്ണിലും ഇറങ്ങി ജനങ്ങളുടെ വികാരം കാണാൻ നേരിട്ടിറങ്ങിയ ആളെന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെയും ഈ പിണറായി വിജയനും അല്ലെങ്കിൽ VD സതീശനും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ എപ്പോഴും ജനങ്ങളിൽ നിന്ന്, ഇതിന് പാർട്ടി സഖാക്കളിൽ നിന്ന് പോലും, പാർട്ടിക്കാർക്കിടയിൽ നിന്നും പോലും അകലം പാലിച്ചു. VD സതീശനെ സംബന്ധിച്ച് ഒരു കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്, പക്ഷേ VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഗുണം, അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു എന്ന ഫീൽ ഉണ്ടാക്കാൻ, അവർക്കൊപ്പം നിൽക്കുന്നു എന്ന ഫീൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അല്ല, ഒരുപക്ഷെ ആ ഒരു തിരിച്ചറിവ് തന്നെ ആയിരിക്കില്ല ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള വടംവലിക്കിടയിൽ VS-ന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മുഖ്യമന്ത്രി വേണമെന്ന് നാടിന്റെ മുക്കിലും മൂലയിലും ജനങ്ങൾ ഫ്ലക്സ് വെക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമൊന്നുമല്ല, ജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരൊക്കെ തെരുവിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് ഈ മുഖ്യനെയാണ് വേണ്ടത്. എന്നിട്ട് സിനിമ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരാളെയാണ് കേരളത്തിന് ആവശ്യമെന്ന് പറയിപ്പിച്ചത്. മോഹൻലാൽ അത് വളരെ സമർത്ഥമായിട്ട് VD സതീശന്റെ സ്വീകരണത്തിൽ പറയുകയും ചെയ്തു. നാട് മുറവിളി കൂട്ടി സ്ഥാപിതനാക്കിയ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രി. അത് മോഹൻലാൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അപ്പൊ നാട് ആഗ്രഹിച്ച് കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ മുള്ളുവിരിച്ച വഴികളും ദിവസങ്ങളും ആയിരിക്കും തനിക്ക് മുന്നിലെന്ന് VD സതീശൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് പലയിടത്ത്. സ്വകാര്യ ബസ് ഉടമകളുടെ വിഷയം, ആ ബസ് ഉടമകളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ 13ാം തീയതി യോഗമൊക്കെ ചേരുന്നുണ്ട്. അപ്പോൾ ആ ക്രൈസിസുകൾ മറികടക്കാനുള്ള നടത്തുന്ന ശ്രമങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് എന്തോ ഒരു താല്പര്യക്കുറവ്. മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ ശൈലി, അതിപ്പോൾ ഏത് ഗവൺമെന്റ് മാധ്യമങ്ങളെ സംബന്ധിച്ച് വികസനങ്ങളോ അല്ലെങ്കിൽ അതിന് പോസിറ്റീവ് താല്പര്യങ്ങളെക്കാൾ ഏറെ നെഗറ്റീവ് താല്പര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അങ്ങനെ ഉണ്ടാവും. പക്ഷേ അതിനെ എങ്ങനെ മാധ്യമ വിമർശനങ്ങളെ ആയിക്കോട്ടെ, പ്രതിപക്ഷ വിമർശനങ്ങളെ ആയിക്കോട്ടെ, ഒരു നേതാവിന്, ഒരു ഭരണാധികാരിക്ക് അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നു, ആ സ്റ്റാൻഡിൽ എത്രത്തോളം ഉറച്ചു നിൽക്കാൻ പറ്റുന്നു. അതിൽ നിന്നും യു ടേൺ എന്ന് പറയുമ്പോൾ പോലും പലതിലും യു ടേൺ അല്ല സംഭവിക്കുന്നത്.
ഇപ്പോൾ മറ്റേ എന്താണ് നമ്മൾ ആദ്യം തുടങ്ങിയാൽ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഒരു യൂട്ടേണും സംഭവിച്ചിട്ടില്ല, പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞെടുത്ത് തന്നെ അല്ലെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്, ഒരു യൂട്ടേണും സംഭവിച്ചിട്ടില്ല. ആകെപ്പാടെ ഇപ്പോൾ ശേഷാദ്രിനാഥത്തിന്റെ കാര്യത്തിൽ ഒരു യൂട്ടേണും സംഭവിച്ചിട്ടില്ല, സ്വന്തം പാർട്ടി തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. പക്ഷേ അദ്ദേഹം അത് കൂളായിട്ട് മറികടന്നു പോയി. ആകെ ഒരു KB പ്രദീപിന്റെ കാര്യത്തിൽ മാത്രം അതെന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടും ശബരിമലയിലെ പ്രതികളുടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലായതുകൊണ്ട് ഗതികേട് കൊണ്ട് മാത്രമാണ്, ആ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ അവിടെയും ആവശ്യമില്ല. യൂട്ടേൺ സർക്കാർ എന്ന് പറയുമ്പോൾ പോലും VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട് ഇടപെട്ട അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് തീരുമാനിച്ച ഒരു കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം മുന്നോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം നമുക്ക് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലെ ആ ഒരു ചോദ്യം കേട്ടിട്ട് അത് കൈകാര്യം ചെയ്യാതെ പോയതിൽ നിന്ന് മനസ്സിലാക്കാം. PJ കുര്യൻ പറഞ്ഞല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്കാണ് അദ്ദേഹം പോയത്. അതായത് എത്ര തലം മുതിർന്ന നേതാവായാലും പാർട്ടിക്ക് വിധേയപ്പെട്ടല്ല അല്ലെങ്കിൽ ഏകാധിപത്യ തീരുമാനങ്ങളാണ് സതീഷിന്റേതെന്ന് PJ കുര്യൻ അടക്കം പരോക്ഷമായി അർത്ഥം വെച്ച് പറയുമ്പോൾ പോലും ഞാൻ ആ പിടിച്ച തീരുമാനത്തിൽ തന്നെ മുന്നോട്ട്, താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഒരു യൂട്ടേണും ഇല്ല. അതുകൊണ്ട് ഏത് PJ കുര്യൻ ആയാലും ഏത് PM നിയാസ് ആയാലും ഞാൻ പറയുന്നതിൽ തന്നെ മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ്. ശേഷാദ്രിനാഥന്റെ കാര്യത്തിൽ എടുക്കുക, അദ്ദേഹം ഈ നിയാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, പലതും നടന്നുകൊണ്ടിരുന്നു, അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല. ചില കാര്യങ്ങളിൽ എന്താണ് ഈ പിണറായി വിജയൻ ഒരു ശൈലി അല്ലെങ്കിൽ പറയാന്നില്ല, പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്തതാണ്, അത് രണ്ടാമതില്ല എന്ന് പറയുന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കും. ഇപ്പോൾ രത്തൻ കൽക്കറിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം ആരോപണം വന്നു, കൃത്യമായിട്ടും ഇദ്ദേഹത്തിന് ഗുണകരമായ രീതിയിൽ എവിടെയെല്ലാം പ്ലേസ് ചെയ്യാമോ അതെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആക്ഷേപങ്ങളുണ്ട്, ആ ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹം മൈൻഡ് ചെയ്ത ഭാവമില്ല, കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴേ വിഴിഞ്ഞ MDയെ മാറ്റിയ കാര്യം ചോദിച്ചപ്പോൾ മറ്റു പലയിടത്തും സമഗ്രമായ അഴിച്ചുപണിയുണ്ട്, അതൊന്നും നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് പിന്നെ കൗണ്ടർ ഇല്ല. മാത്രമല്ല ഈ 1 മണിക്കൂർ വാർത്താ സമ്മേളനം മുൻ മുഖ്യമന്ത്രിയുടേതും നമ്മൾ ഇപ്പോഴത്തെ കൂടെ ഒന്ന് കമ്പയറും കൂടെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം അതിൽ 50 മിനിറ്റ് അദ്ദേഹം പറയുന്നു, പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രി കസേര അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുന്നു. പിന്നെയുള്ള 10 മിനിറ്റിൽ 5 മിനിറ്റ് പാർട്ടി ചാനലിനും പാർട്ടി പത്രത്തിനും ഒക്കെയുള്ള ചോദ്യങ്ങളുടെ ടൈം, പിന്നെ കുറേ എഴുതി വെച്ച് പറയുന്ന പഠിപ്പിച്ച ചോദ്യങ്ങളും പഠിച്ച ചോദ്യങ്ങളും നമുക്ക് തന്നെ മാധ്യമപ്രവർത്തകരോട് ആത്മവിമർശനം നടത്തേണ്ടി വരും. ഇതിനിടയിൽ പിന്നെന്തെങ്കിലും ചോദ്യം ഉയർന്നു വന്നാൽ അവരോട് ചൂടാവുന്നതും തട്ടിക്കയറുന്നത് നമ്മൾ പല പ്രമുഖ ചാനലിൻ്റെ റിപ്പോർട്ടർമാരോട് തട്ടിക്കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതുമല്ലെങ്കിൽ അസഹിഷ്ണുതയോടെ ഇറങ്ങിപ്പോകുന്നതാണ് രീതി. അപ്പോൾ KK ഏതായാലും രാഷ്ട്രീയ ഗോതയിൽ കൊണ്ടും കൊടുത്തും ശീലിച്ച VD സതീശൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി ഏതായാലും ഒന്നും കേട്ട് ഭയന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ആത്മവിശ്വാസം കൃത്യമായി പ്രകടമാണ്. അതിനി എന്തൊക്കെ ആരോപണ മുനകൾ വന്നാലും അതെല്ലാം ഒടിക്കാനുള്ള എല്ലാ തെളിവുകളും കൃത്യമായി ഫയലുകൾ പഠിച്ച് പരിശോധിച്ച് മറുപടിയുമായാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ട ഒരു നേതാവ് എന്നുകൂടി അദ്ദേഹത്തെ വിലയിരുത്തണം. കാരണം KSUവിലായിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസ്സിലായിരുന്നപ്പോഴും പലതവണ മന്ത്രിയാകാൻ കൺമുന്നിൽ അവസരം വന്നു പോയപ്പോഴൊന്നും അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരു പരിശീലനവും അനുഭവ സമ്പത്തും ഒന്നുമില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകുമെന്നാണ് പലരും കരുതിയത്. പക്ഷെ ഒന്നുമില്ല, ഇത്രയും നാളത്തെ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ഭരണ നേതൃത്വത്തെ അടുത്ത് കണ്ട് പരിചയം അതൊക്കെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിഴലിക്കുന്നുണ്ട്, അതിൻ്റെ ഗുണങ്ങൾ കാണുന്നുണ്ട്. ആ മാറ്റത്തിൽ ആ ആത്മവിശ്വാസത്തിൽ ഉറച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണല്ലേ നമ്മൾ കണക്കുകൂട്ടേണ്ടത്. തീർച്ചയായിട്ടും അതിനകത്തൊരു പെർഫെക്റ്റ് ലാൻഡിങ് എന്ന് പറയാം. മുഖ്യമന്ത്രിയായിട്ട് ഭരണപരിചയമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലാൻഡിംഗ് ആണ്. അതിന് അദ്ദേഹത്തിന് കൃത്യമായ പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിനകത്തുള്ള എത്രയോ പിണക്കങ്ങൾ പോയാലും ആ പടലപ്പിണക്കങ്ങളെയെല്ലാം മറികടന്ന് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നത്. അതിനൊരുപാട് സമവാക്യങ്ങളുണ്ട്, സമുദായ സമവാക്യങ്ങളുണ്ട്, ഘടകകക്ഷികളുടെ സമവാക്യങ്ങളുണ്ട്. എല്ലാവർക്കും സ്വീകാര്യൻ അദ്ദേഹം ആയിരിക്കുന്നിടത്തോളം കാലം തൽക്കാലം അദ്ദേഹത്തിന് ഭീഷണികളില്ല, നിലപാടുകളിൽ ഉറച്ചു തന്നെ അദ്ദേഹത്തിന് പോകാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന സത്യപ്രതിജ്ഞയ്ക്ക് ആ പേര് അദ്ദേഹം എടുത്തു പറയുമ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ ഇറങ്ങിയ ഭരണപക്ഷത്തിനുള്ളിലെയും പ്രതിപക്ഷത്തിനും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് പിന്നീട് വീണ്ടും അദ്ദേഹം അത് നിയമസഭയിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ നിന്ന് തന്നെ ഒന്ന് വ്യക്തമാണ്, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സമവാക്യങ്ങൾ എന്തൊക്കെ വളച്ചൊടിക്കലുണ്ടായാലും അതിൽ നിന്നൊന്നും VD സതീശൻ എന്ന മുഖ്യമന്ത്രി പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും കാലം ഇതൊക്കെ തെളിയിക്കേണ്ടി വരും. അതുവരെ നമുക്കും കാത്തിരുന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. തീർച്ചയായും.